ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിക്കിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഘർഷങ്ങളിൽ രാജ്ഭവൻ വിശദീകരണം തേടി. കേരള സർവകലാശാല വൈസ് ചാൻസലറോടാണ് വിശദീകരണം തേടിയത്. പരിപാടിക്ക് രജിസ്ട്രാർ തടസ്സം സൃഷ്ടിച്ചതിലും വിശദീകരണം ആവശ്യപ്പെട്ടു. അതേസമയം അനുമതി ലംഘിച്ച് പരിപാടി നടത്തിയെന്ന് ആരോപിച്ച് രജിസ്ട്രാർ KS അനിൽകുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ കേരള യൂണിവേഴ്സിറ്റി പരിസരത്ത് നടന്ന സംഘർഷത്തിലാണ് രാജ്ഭവൻ വിശദീകരണം ആവശ്യപ്പെട്ടത്. സംഘർഷാവസ്ഥ വിഷയത്തിൽ സമഗ്രമായ വിശദീകരണം നൽകണമെന്ന് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറോട് രാജ്ഭവൻ ആവശ്യപ്പെട്ടു. സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണറുടെ പരിപാടിയിൽ തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ നടത്തിയ ഇടപെടലിലും വിശദീകരണം നൽകണമെന്നും രാജ്ഭവൻ ആവശ്യപ്പെട്ടു. രജിസ്ട്രാറുടെ ഇടപെടലിന്റെ കാരണം വ്യക്തമാക്കണം എന്നാണ് ആവശ്യം. രജിസ്ട്രാറുടെ നടപടിക്കെതിരെ സംഘാടക സമിതിയായ ശ്രീ പത്മനാഭ സേവാ സമിതിയും പരാതി നൽകി. അതേസമയം സംഘാടക സമിതിക്കെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് രജിസ്ട്രാറും പരാതി നൽകി. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷിക ആചരണത്തിന്റെ ഭാഗമായി കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ നടത്തിയ പരിപാടിയിലാണ് സംഘർഷമുണ്ടായത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കൊപ്പം SFI, DYFI പ്രവർത്തകരും KSU പ്രവർത്തകരും സർവകലാശാല പരിസരത്തും സെനറ്റ് ഹാളിലും ആക്രമണം അഴിച്ചുവിടുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. ഗവർണറുടെ വാഹനത്തിനും സുരക്ഷാ വാഹനത്തിനും നേരെയും അതിക്രമമുണ്ടായി. ഈ വിഷയങ്ങളിലാണ് രാജ്ഭവൻ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.